ഹായ്, അപ്പം എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് സെറ്റായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ, ദിവസങ്ങളല്ല, ഏകദേശം 1 month ആയിട്ടുണ്ടാവും അല്ലേ, നമ്മുടെ മിഥുൻ എന്ന് പറഞ്ഞ ഒരു ആള് സൂയിസൈഡ് ചെയ്തതിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് ആ വീഡിയോ ചെയ്തതിന് ശേഷം രണ്ട് വീഡിയോ അങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആരുടെ പേരിൽ ആണോ അല്ലെങ്കിൽ ആരുടെ പേരിലാണോ നമ്മളെല്ലാം ഏകദേശം റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നവരാവട്ടെ എല്ലാവരുടെയും ഇപ്പം ന്യൂസിലാവട്ടെ വന്നൊരു പേരാണ് അക്ഷര എന്നുള്ളൊരു പേര്. അപ്പം ആ ഒരു കുട്ടി, ഞാനും എൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു കുട്ടീൻ്റെ സൈഡ് കേൾക്കാണ്ട് നമുക്കൊന്നും പറയാൻ വേണ്ടി പറ്റില്ല. അൽത്താഫ്ക്ക് ആണെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് ആ കുട്ടിക്ക് പറയാനുള്ളത് കേൾക്കാൻ നമ്മൾ റെഡിയാണ് എന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് അക്ഷര എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റഗ്രാമിൽ. റിയാക്ഷൻ വീഡിയോസ് ചെയ്തതിൽ വളരെ കുറച്ച് ആൾക്കാരാണ് എൻ്റെ സൈഡും കൂടി കേൾക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത്. അതിൽ ഒരാളാണ് ധന്യ. അതുകൊണ്ടാണ് ഞാൻ മെസ്സേജ് അയക്കുന്നതെന്ന് പറഞ്ഞിട്ട് ആളുടെ കാര്യങ്ങൾ മൊത്തം എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിപ്പം എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. ഞാനിതിപ്പം ഇതുപോലെ വന്നിരുന്നിട്ട് അക്ഷര എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞാൽ ആരും വിശ്വസിക്കാൻ പോകുന്നില്ല. വിശ്വസിക്കുന്നതിൻ്റെ കാര്യം മാത്രമല്ല, ഇപ്പോഴത്തെ കാലത്തുണ്ടല്ലോ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എനിക്കടക്കം പേടിയാണ് അങ്ങനെ ചെയ്യാൻ വേണ്ടി. പറയുന്നതിൽ എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടല്ല. ഇപ്പം ഞാൻ വന്ന് പറയുന്നു അക്ഷര എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അപ്പം നാളെ അക്ഷര ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പെടും. അപ്പം ഞാൻ എന്ത് പറഞ്ഞു, അക്ഷര ഇഫ് യു ഓക്കെ വിത്ത് ദിസ്, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇപ്പം എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യങ്ങൾ വോയിസ് റെക്കോർഡ് ചെയ്തിട്ട് പെർമിഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ, അക്ഷരേൻ്റെ പെർമിഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു വോയിസ് എടുത്തിട്ട് വീഡിയോ ചെയ്യാം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അക്ഷര പറഞ്ഞു ഒന്നും കൂടി ഞാനൊന്ന് ആലോചിക്കട്ടെ, കാരണം ഇത് ചെറിയൊരു ഇഷ്യൂ കാര്യങ്ങളല്ല. അത് കഴിഞ്ഞിട്ട് ഈ ഇരിക്കുന്ന ഞാൻ തന്നെയാണ് ഡൂഡിൻ്റെ സീക്രട്ട് ഏജൻറ്റിൻ്റെ നമ്പർ കൊടുത്തിട്ട് ഞാൻ പറഞ്ഞത് കുറച്ചും കൂടി ബെറ്റർ സീക്രട്ട് ഏജൻറ്റുമായിട്ട് സംസാരിക്കുന്നതാണ്. കാരണം എന്നേക്കാളും മെച്യൂർഡായിട്ട് ഈ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ ഡൂഡിന് പറ്റുമെന്ന് എനിക്കറിയായിരുന്നു. പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഡൂഡിൻ്റെ വീഡിയോസിന് കുറച്ചും കൂടി വിസിബിലിറ്റി കൂടുതലാണ്, വ്യൂവേഴ്സ് കൂടുതലാണ്. അപ്പം കാര്യങ്ങൾ വ്യൂവേഴ്സിൻ്റെ അടുത്ത് എത്തണം അല്ലെങ്കിൽ ഇത് പുറത്തറിയണം എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ഡൂഡാണെന്ന് പറഞ്ഞ് ഡൂഡിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തത് ഞാൻ തന്നെയായിരുന്നു. സോ ബാക്ക് ടു ദ പോയിന്റ്, നമുക്ക് ആ ഒരു സമയത്ത് അക്ഷര സൈലൻ്റ് ആയിരുന്നു. അക്ഷര എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ പാരൻസിന് പുറത്ത് പോകാൻ പറ്റുന്നില്ല, എനിക്ക് പുറത്ത് പോകാൻ പറ്റുന്നില്ല, എല്ലാവരും കൊലപാതകീനെ പോലെയൊക്കെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. പക്ഷെ അതൊന്നുമല്ല സത്യം എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ റിലേഷൻഷിപ്പിലായിരുന്നു എന്നുള്ളത് സത്യം തന്നെയാണ്. പിന്നെ ആദ്യ കാലങ്ങളിലൊക്കെ അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഏകദേശം എല്ലാ ലവ് സ്റ്റോറിയിലും വരുന്ന ഒരു വില്ലനാണ് പൊസസീവ്നെസ് എന്ന് പറയുന്നത്. എല്ലാ പ്രേമിക്കുന്ന ആളുടെ ഇടയിലും ഈ പറയുന്ന പൊസസീവ്നെസ് എന്ന് പറയുന്ന ഒരു പോയിന്റ് വരും. അത് ഒബ്വിയസ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഈ പറയുന്ന പൊസസീവ്നെസ്സിൻ്റെ ലെവല് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറുമ്പോഴാണ് ഈ പ്രശ്നം. മനസ്സിലായില്ലേ? നമുക്ക് ഒരു പരിധി വരെയൊക്കെ രണ്ടാളും പൊസസീവ് ആവുന്നതിൽ തെറ്റില്ല, കുഴപ്പം കാര്യങ്ങളൊന്നുമില്ല. അത് ഹൈ ആവുന്ന സമയത്തുണ്ടല്ലോ ഓപ്പോസിറ്റ് നിൽക്കുന്നതൊക്കെ അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. ഇപ്പം ഈ ഒരു അക്ഷരേൻ്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അക്ഷര വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ആള് ഗേൾസ് സ്കൂളിലൊക്കെയാണ് പഠിച്ചത്, കോളേജ് ടൈമാണ്, മിക്സ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റഡിയിങ്ങിലേക്ക് വരുന്നത്. അപ്പം ഈ മിഥുൻ അറിയാം, അതായത് അക്ഷര ഗേൾസ് സ്കൂളിലാണ് പഠിച്ചതെന്നുള്ളത്. അപ്പം മിഥുൻ പറയുന്നുണ്ട് ആൺകുട്ടികളോട് മിണ്ടാൻ പറ്റില്ല. കാരണം മിഥുൻ തന്നെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, എനിക്ക് ആൺകുട്ടികൾ ഏത് ഇൻറ്റൻഷൻ വെച്ചിട്ടാണ് നിൻ്റെ അടുത്ത് വരുന്നതെന്ന് അറിയില്ല. ബിക്കോസ് ഇത്രയും കാലം ഗേൾസിൻ്റെ ഇടയിൽ മാത്രം, കാരണം ഇവൾ പറയുന്നുണ്ട് ഇവളുടെ അടുത്തും വീട്ടിലും അക്ഷരേൻ്റെ വീട്ടിലും അങ്ങനെ ബോയ്സ് ആണുങ്ങളായിട്ട് ആരുമില്ല എന്നുള്ളത്. ഓക്കെ, അപ്പം മിഥുൻ അവളുടെ അടുത്ത് പറയുന്നുണ്ട്, നിനക്ക് ഇൻറ്റൻഷൻ അറിയാത്തത് കൊണ്ട് തന്നെ ബോയ്സിൻ്റെ അടുത്ത് മിണ്ടാനോ കമ്പനി വെക്കാനോ ഒരു രീതിയിലുള്ള അറ്റാച്ച്മെൻറ്റിനോ പോവണ്ട എന്നുള്ളത് ആദ്യമേ പറയുന്നുണ്ട്. പിന്നെ ആവുമ്പോൾ അത് ഓവർ ആവാൻ വേണ്ടി തുടങ്ങുകയാണ്. ഒരാളുടെ അടുത്ത് മിണ്ടരുത്, ഫോട്ടോ എടുക്കരുത്, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ അതായത് ഇവർക്ക് ഈ പറയുന്ന സ്പോർട്സ് ഫെൻസിങ് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അത് ചെയ്യണമെന്നുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ അത് ചെയ്യരുത് എന്ന് ഈ പറയുന്ന മിഥുൻ പറയുന്നു. ഞാൻ ഇത് കാണുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്കൊരാഗ്രഹമുണ്ട്, നിങ്ങൾക്കൊരു സാധനം ചെയ്യാനുള്ള ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു സ്പോർട്സിന് എന്തുമാവട്ടെ, പാട്ടാവട്ടെ ഡാൻസ് ആവട്ടെ, നിങ്ങൾ അതിന് കാപ്പബിൾ ആണെന്നുള്ള വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ പെർമിഷനൊന്നും നിങ്ങൾക്ക് ആവശ്യമില്ല. അതിന് കല്യാണം കഴിഞ്ഞാലും ആവശ്യമൊന്നുമില്ല. ഓക്കെ, സ്നേഹത്തിൻ്റെ പുറത്തായിരിക്കാം. അക്ഷര ചോദിക്കുന്നു, അപ്പം മിഥുൻ പറയുന്നു പോവണ്ട എന്നുള്ളത്. കാരണം അവിടെ മെയിലായിട്ടുള്ള ആൾക്കാരുമായിട്ട് കോണ്ടാക്ട്സ് ഉണ്ടാവും, അവർ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവും. അതൊക്കെ പേടി കൊണ്ട് തന്നെ മിഥുൻ പറയുന്നു ഈ പൊസസീവ്നെസ് കാരണം, ഓവറായിട്ടുള്ള ഇഷ്ടം കാരണം പോകണ്ടെന്ന് പറയുന്നു. അവസാനം ഇവൾ കരഞ്ഞ് കാല് പിടിക്കുന്ന സമയത്ത് പൊക്കോളൂ എന്നുള്ള പെർമിഷൻ ഇവനോട്, ഇവനേതാ പെർമിഷൻ കൊടുക്കാൻ?
ഓക്കെ, പെർമിഷൻ കൊടുക്കുന്നു, ആ പെർമിഷനോടെ പോകുന്നു. വീണ്ടും എഗെയിൻ ആൻഡ് എഗെയിൻ ആൺകുട്ടികളോട് മിണ്ടരുത്, അങ്ങനെയാണ് ഇങ്ങനെയാണ് ചക്കയാണ് മാങ്ങയാണ് തേങ്ങയാണെന്നൊക്കെ പറയുന്നു. ഇവള് പിന്നെ പുറത്തൊക്കെ ഈ പറയുന്ന പോലെ ചാമ്പ്യൻഷിപ്പിനോ അങ്ങനെ എന്തെങ്കിലും സ്പോർട്സ്, ഈ പറയുന്ന ഫെൻസിങ്ങിൻ്റെ കോമ്പറ്റീഷന് പോകുന്ന സമയത്ത് ഇവൻ വിടില്ല. അല്ലെങ്കിൽ ഇവൻ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുമിച്ച് പോകുന്നവർ, ഇവൾ മെൻഷൻ ചെയ്യുന്നവരൊക്കെ ഫോളോ ചെയ്യും, അവരോട് പറയും. ഇവൾ പറയുമല്ലോ ഇന്ന സ്റ്റേഷൻ എത്തി, പക്ഷെ ഇവനത് വിശ്വസിക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം ഓപ്പോസിറ്റ് അവരാരാണോ മെൻഷൻ ചെയ്യുന്നത് അവരെ വിളിച്ച് ചോദിക്കും, അവളുടെ ഒരു ഫോട്ടോ അയക്കുമോ, അവളിപ്പോൾ എന്ത് ചെയ്യുന്നു, എവിടെയുള്ളത് എന്നൊക്കെ ഉള്ളത്. ഇത് പൊസസീവ്നെസ് അല്ല, ഇതിൽ പൊസസീവ്നെസ്സിൻ്റെ ലെവൽ മാറി സംശയരോഗത്തിലേക്ക് എത്തി. പോസിറ്റീവ്നെസ് അല്ല, ഇത് സംശയരോഗമാണ്. സംശയരോഗത്തിലേക്ക് എത്തുന്നു. അത് കഴിയുമ്പം അത് സ്വാഭാവികമായിട്ടും നമുക്കതൊരു ഇൻസൾട്ടാണ്. നമ്മൾ പറഞ്ഞത് വിശ്വാസമില്ല, നമ്മുടെ കൂടെ വന്ന ആൾക്കാരോട് ഫോട്ടോ അയച്ചു തരാമെന്ന് പറയുന്നത് അത് ഒരു തരം എന്താ പറയുക, ടോർച്ചറിങ് ആണല്ലോ. നമുക്കത് മെൻ്റലി ആക്സെപ്റ്റ് ചെയ്യാനായിരിക്കും പറ്റില്ല. അങ്ങനെ അക്ഷര വിളിച്ച് പറയുന്നു, ഇത് ഭയങ്കര മോശപ്പെട്ട പരിപാടിയാണ്, എനിക്കിത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള താല്പര്യമില്ല, കാരണം ഇത് കുറേ ആയി എന്നൊക്കെ പറയുന്നു. പിന്നെ അതുപോലെ കുറേ കാര്യങ്ങളുണ്ട്. അത് സീക്രട്ട് ഏജൻറ്റിൻ്റെ വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അതിൽ കറക്റ്റായിട്ട് പറയുന്നുണ്ട് എന്താണ് ഏതാണെന്നൊക്കെയുള്ളത്. അക്ഷരേൻ്റെ വോയിസ് ക്ലിപ്പും കൂടി ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ വീഡിയോ ചെക്ക് ചെയ്താൽ മനസ്സിലാവും. അപ്പം ഇവൾക്ക് ഫെൻസിങ്ങിന് ഫസ്റ്റ് കിട്ടിയ സമയത്ത് ഈ പറഞ്ഞ മിഥുൻ വീണ്ടും മുന്നേ ഒരു ആത്മഹത്യാ ഭീഷണിയും ആത്മഹത്യാ കുറിപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഡൂഡ് വെച്ചിട്ടുണ്ട്. അപ്പം എന്ത് തന്നെ ആയാലും അക്ഷര യു ഡൺ എ ഗുഡ് ജോബ്, ഇറ്റ്സ് വെരി ഗുഡ്. കാരണം ഇപ്പോഴെങ്കിലും ഇത് പുറത്ത് വരണം, അല്ലെങ്കിൽ എൻ്റെ ഒരു സൈഡ് ആൾക്കാർ കേൾക്കണം എന്ന് നീ തീരുമാനിച്ചത് വളരെ നല്ല തീരുമാനമാണ്. നിൻ്റെ ലൈഫിൽ നീ എടുത്തിട്ടുള്ള ഏറ്റവും 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 എക്സലൻ്റ് ആയിട്ടുള്ള ഡിസിഷനാണിത്. ഓക്കെ, അപ്പം പക്ഷെ ഇങ്ങനെയുള്ള ആൾക്കാർക്കുണ്ടല്ലോ, ഈ പറയുന്ന ഓവർ പൊസസീവ്നെസ്സും ഈ പറയുന്ന ഈ മിഥുൻ്റെ ഒരു ക്യാരക്ടറുള്ള ആളിന് ഓപ്പോസിറ്റ് നിൽക്കുന്ന അവർ സ്നേഹിക്കുന്ന ആളിനെ ഭയങ്കര ഇഷ്ടമായിരിക്കും. ഭയങ്കര ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായിരിക്കും. അവർക്ക് വേണ്ടി മരിക്കാൻ വരെ റെഡിയാവുന്ന ടീമായിരിക്കും. അപ്പോൾ അതിൻ്റെ അകത്ത് ഇവൾ പറയുന്നുണ്ട്, നിന്നെയും കൊല്ലും ഞാനും ചാവും, നീ കൊഞ്ഞാച്ചാ, എനിക്ക് കിട്ടാത്തത് വേറൊരാൾക്ക് കിട്ടാൻ ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെയുള്ള രീതിയിൽ. അത് ഇവൾ പുറത്ത് പോകുന്ന സമയത്ത് നീ ആരുടെ കൂടെയാണ്, നീ എന്തിനാണ് പോകുന്നതെന്നൊക്കെ അതൊക്കെ സ്വാഭാവികം ഉണ്ടാവും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അക്ഷര അതിൽ പറയുന്നുണ്ട്. ഇവർക്ക് ഭയങ്കര സ്നേഹമായിരിക്കും. നിങ്ങൾ കേട്ടിട്ടില്ലേ, സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കുന്നു? അതൊരു അടിപൊളിയായ പരിപാടിയാണോ? വീർപ്പ് മുട്ടുക എന്ന് പറഞ്ഞാൽ നല്ല സുഖമുള്ള പരിപാടി അല്ല. അതിൽ തന്നെ ഉണ്ട് അതിൻ്റെ അർത്ഥം. സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു വല്ലാത്തൊരവസ്ഥയായി തോന്നുക എന്നുള്ളത് തന്നെയാണ്. അത് ഇറിറ്റേഷനാണ്. നിങ്ങളെല്ലാവരും, സ്നേഹിക്കുന്ന എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു പരിധി വിട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ പൊസസീവ്നെസ്സും സംശയരോഗമൊക്കെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഇറിറ്റേഷനായിട്ട് തോന്നും. നിങ്ങൾ മടുക്കും, എന്തിനാണ് ഈ റിലേഷൻഷിപ്പിലായിപ്പോയതെന്ന് തോന്നും. ഓക്കെ, അപ്പം ഇപ്പോൾ പറയുന്ന, അപ്പം നിങ്ങൾ ചോദിക്കും മിഥുൻ്റെ ഫ്രണ്ട്സ് കാര്യങ്ങൾ, മിഥുൻ്റെ ഫാമിലിയൊക്കെ പറഞ്ഞ കാര്യങ്ങളൊന്നും അവരെയും നമുക്ക് കുറ്റം പറയാൻ പറ്റില്ലല്ലോ. കാരണം മിഥുൻ എന്താണ് എന്നുള്ളത്, അല്ലെങ്കിൽ അക്ഷരേൻ്റെയും മിഥുൻ്റെയും ഇടയിൽ എന്തായിരുന്നു എന്നുള്ളത് അവർക്ക് മാത്രമേ അറിയുള്ളൂ. ഇതിപ്പം ഇങ്ങനെ ഒരു വോയിസ് റെക്കോർഡ് തെളിവുകളടക്കം പുറത്ത് വന്നതുകൊണ്ടാണ് നമുക്കിത് അറിയുന്നത്. മിഥുൻ്റെ ഫാമിലിക്ക് അതറിയില്ല, മിഥുൻ്റെ അനിയനത് അറിയില്ല, മിഥുൻ്റെ ഫ്രണ്ട്സിന് അതറിയില്ല. അവർ കാണുമ്പോൾ എന്താണ്, ഭയങ്കര ഹാപ്പിയാണ്. ഈ മിഥുൻ എല്ലാം ഇവക്ക് വേണ്ടി എല്ലാം ചെയ്യുന്നുണ്ട്, പിന്നെ ഇവക്ക് വേണ്ടി ഓടി നടക്കുന്നുണ്ട്. ഇവളെന്ന് പറയുമ്പം മരിക്കുന്നുണ്ട്. ഫ്രണ്ട്സിൻ്റെ ഇടയിലാണെന്നുണ്ടെങ്കിലും ഇവരുടെ പിന്നെ കോൺവെർസേഷൻസിൻ്റെ ഇടയിലാണെന്നുണ്ടെങ്കിലും ഈ പറയുന്ന മിഥുൻ എന്താണ്, അക്ഷരയാണ് എൻ്റെ ലോകം എന്ന് പറയുന്നുണ്ട്. സോ ഇപ്പോൾ ഫ്രണ്ട്സ് ആണെങ്കിലും ഫാമിലി ആണെങ്കിലും ചിന്തിക്കുന്ന എന്താണ്, ഷീസ് വെരി ലക്കി എന്നുള്ള രീതിയിലാണ് ചിന്തിക്കുന്നുള്ളത്. ഓക്കെ, ഒരു മിനിറ്റ് ഓക്കെ, അങ്ങനെയാണിപ്പം ചിന്തിക്കുന്നുള്ളത്. ഫൈൻ. അത് കഴിഞ്ഞിട്ട് വേറെ നമ്മൾ ഐഫോൺ കാര്യങ്ങൾ, പിന്നെ ഇതുപോലെ ലാപ്ടോപ്പ്, അങ്ങനത്തെയൊക്കെ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നല്ലോ. ഇതിപ്പം അക്ഷര സൈഡിൽ നിന്നുള്ള സ്ക്രീൻഷോട്ടും കാര്യങ്ങളും തെളിവുകളൊക്കെ പുറത്ത് കൊണ്ടുവന്നത് കൊണ്ടാണ് ഇന്നത്തെ കാലത്ത് പിന്നെ ഈ പറയുന്ന പോലെ ഐഫോണും പറയുന്ന പോലെ പല രീതിയിലുള്ള ലക്ഷ്യങ്ങൾ വാങ്ങി പറ്റിക്കുന്ന ടീമുകളുണ്ട്. അത് പെൺകുട്ടികൾ മാത്രമല്ല കേട്ടോ, ആൺകുട്ടികളുമുണ്ട്. അതവിടെ നിൽക്കട്ടെ. അപ്പം അതിൻ്റെ ഒക്കെ കണക്കും കാര്യങ്ങളൊക്കെ ഇവൾ പറയുന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐഫോൺ എടുത്തത് ഇവളുടെ പൈസ കൊണ്ട് എടുത്തതാണ്. ലാപ്ടോപ്പ് അവൻ്റെ പ്രൊജക്റ്റ് ഇവൾക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടി കൊടുത്ത ലാപ്ടോപ്പാണ്. അതിൻ്റെയൊക്കെ കണക്കുകളും കാര്യങ്ങളൊക്കെ ആ വീഡിയോയിലുണ്ട്. ഓക്കെ, അപ്പം ഇതിലെനിക്ക് പറയാനുള്ളത് എന്താ അറിയോ, അപ്പം ഗേൾസിനോടായാലും ബോയ്സിനോടായാലും പറയാനുള്ളത്, ഇങ്ങനെയുള്ള ഇഷ്യൂസിൽ കാര്യങ്ങളിലൊക്കെ നിങ്ങൾ പെട്ടു പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മൈൻഡിനെ തന്നെ ആദ്യം ബോൾഡാക്കി എടുക്കുക. നിങ്ങളെ സൈഡ് നിങ്ങൾക്ക് ശരിയാണ് എന്നുള്ള ഒരു 100% തോന്നലുണ്ട് എന്നുണ്ടെങ്കിൽ, അമ്മേ ഞാനൊരു ഇത് ചെയ്തോട്ടെ, അമ്പിടു, ഞാൻ നിങ്ങളെ കാല് ഞാൻ പിടിക്കാം, ഞാനൊരു വീഡിയോ ചെയ്തോട്ടെ അമ്പിടു,
പൊട്ടിക്കുക ദൈവങ്ങളെ. പിന്നെ അപ്പം ഗേൾസിനോടാണെങ്കിലും ശരി ബോയ്സിനോടാണെങ്കിലും ശരി പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ഇങ്ങനെയുള്ള ഇഷ്യൂസിൽ നിങ്ങൾ പെട്ടു പോവുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സൈഡ് നിങ്ങൾ 100% ജെനുവിനാണ്. നിങ്ങളുടെ കയ്യിൽ ഈ പറയുന്ന പോലെ അക്ഷര കീപ്പ് ചെയ്ത പോലെ തന്നെയുള്ള തെളിവുകൾ കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരെയും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ എപ്പോഴും പറയും, നിയമങ്ങൾ നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നിയമങ്ങളുടെ മുന്നിൽ നിങ്ങൾക്ക് ഇതൊന്നും പ്രസൻറ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ സോഷ്യൽ മീഡിയ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഈ പറയുന്ന പോലെ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്കൊരു സംശയവും വേണ്ട. അപ്പം സ്നേഹിക്കുന്ന ആൾക്കാരോടാണ് എഗെയിൻ ഞാൻ പറയുന്നു, ഒരു ലെവൽ വരെ പൊസസീവ്നെസ് ഇസ് ഫൈൻ ഗൈസ്. അത് ഒരു പരിധി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിര് വിട്ട് കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് തീർച്ചയായിട്ടും ഇതുപോലെയുള്ള അൺകംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യും. അത് ഒന്നെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ക്യാരക്ടർ മാറ്റാൻ വേണ്ടി പറ്റണം, അല്ലാത്ത പക്ഷം പ്രേമിക്കാൻ നിൽക്കരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങൾക്ക് സ്വയം ഒരു തോന്നൽ വരുന്നുണ്ടാവും, ഓക്കെ ഞാനാണ് ചിലപ്പം ഇപ്പം മിഥുനാണെന്നുണ്ടെങ്കിലും എനിക്ക് എൻ്റെ സ്വഭാവം മാറ്റാൻ വേണ്ടി പറ്റില്ല, എനിക്ക് ആളില്ലാണ്ടും പറ്റില്ല. ആ ഒരു സിറ്റുവേഷൻ വന്നതുകൊണ്ടായിരിക്കാം ആൾ സൂയിസൈഡ് എന്നുള്ളൊരു ഓപ്ഷൻ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ വാട്ട് എവർ, അഗൈൻ ആൻഡ് അഗൈൻ ഞാൻ പറയുന്നു, അക്ഷര യു ഹാവ് ഡൺ എ വെരി ഗുഡ് ജോബ്. അക്ഷരനെ പോലെ തന്നെ ആരെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പെട്ടു പോവുകയാണെന്നുണ്ടെങ്കിൽ ദയവേദിട്ട് നിങ്ങളുടെ ലൈഫ് അവസാനിപ്പിക്കുകയല്ല വേണ്ടത്. നിങ്ങൾ ഇതുപോലെ ബോൾഡായിട്ട് അക്ഷര ചെയ്തതുപോലെയുള്ള പോലെ നിങ്ങളുടെ കയ്യിലുള്ള തെളിവുകളും കാര്യങ്ങളൊക്കെ നിരത്തി നിങ്ങളുടെ സൈഡ് നിങ്ങൾക്കിപ്പോൾ പറയാം. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ സൈഡ് പറയുന്ന പോലെ നിങ്ങൾക്കും നിങ്ങളുടെ സൈഡ് പറയാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അല്ലാണ്ട് ഒരാൾക്ക് മാത്രം വേണ്ടി പ്രവർത്തിക്കുന്നതല്ല സോഷ്യൽ മീഡിയ ആയാലും ശരി, ന്യൂസ് ആയാലും ശരി, എന്തായാലും ശരി. അപ്പം ഇങ്ങനെ ചെയ്യുക. സോ സോറി, അത് ഞാൻ ഇടയ്ക്ക് കുറച്ച് ഇതായതുകൊണ്ടാണ് വീഡിയോസിൻ്റെ ഇടയിൽ അങ്ങനെ വന്നത്. ഐ എം സോ സോറി. അഗൈൻ അക്ഷര വെരി 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 ഗുഡ്.